മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അലി വിത്ത് യു. എല്ലാവർക്കും സുഖമല്ല? ഇന്ന് ഞാൻ ടൗണിൽ തന്നെ ഉള്ളത്, രണ്ടത്താണ്. അപ്പോൾ ഇവിടെ ബീസിൻ്റെ വർക്ക് ഫൈനൽ ടാറിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയ അപ്ഡേഷൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. അലിയ പറയാ ഡ്രൈനേജിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കുഴിച്ചുകൊണ്ട് പോവാണ്. ഇപ്പൊ ടൗണിൽ ഏകദേശം ഡ്രൈനേജ് ആയി, നടപ്പാതെ ആയിട്ടുണ്ട്. ഈ ഭാഗങ്ങളിൽ ഇങ്ങനെ ബാലൻസ് ഉണ്ട്. ഇവിടുന്ന് ഇങ്ങനെയാണ് പുത്തന്താണി വരെ കൊണ്ടുപോകുന്നത് തോന്നുന്നത്. മസ്ജിദിൽ ഈമാൻ കണ്ടില്ല, പണിയൊക്കെ കഴിഞ്ഞ് കുട്ടപ്പനായിട്ടാ. ഇവിടുത്തെ ഇലക്ട്രിക് ലൈനുകളൊക്കെ ഉണ്ട്, നല്ല വൃത്തിയിലാക്കിയിട്ട്. അപ്പോൾ പുതിയ പമ്പ് കണ്ടില്ലേ, ഇതൊക്കെ പുറത്തുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും പറയുന്നത്, കാണാത്തവർക്കൊക്കെ വേണ്ടിയിട്ട്. ഡ്രൈനേജ് ശരിയാക്കണ സേവലാണത്. ഇവരാണിങ്ങനെ സൈഡിലൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ കാറുണ്ടല്ലോ അവിടെ, ഒരു പൊളിക്കുവോ? അവിടെ സ്റ്റിക്കാൻ വന്നാണ്. അളിയാ, നിങ്ങളെ കോരിയിടുവോ? അളിയ ഇതാണ് കയറിയാലോ. ഹൈവേന്ന് ചാടാനുള്ള പുതിയ ടെക്നിക്ക് കണ്ടില്ല. മടല് വെച്ചുകാണ്ട് ഫസ്റ്റ് കാലിങ്ങനെ വെക്കുക, ഇടത് കാല് വെച്ച് വലത് കാല് ചട്ടി വളം വെച്ച്. അയ്യോ, ഇത് കയറിയ ശേഷം എന്താ നേരെ അപ്പുറത്തേക്ക് ഇടുക. സെറ്റപ്പ് ഇങ്ങനെയാണ് കയറ്റി ഇറങ്ങല്. പുതിയ കണ്ടുപിടുത്താണ്. എന്തിനും മറുമരുന്നുണ്ടല്ലോ നമ്മളെ നാട്ടില്. ആശാന് എന്താണ് പുതിയ റോഡിനെ പറ്റി പറയാനുള്ളത് നിങ്ങൾക്ക്? അല്ല, നമ്മളെ ഡ്രൈനേജ് കിട്ടുമോ ഇല്ല? സോറി, ഡ്രൈനേജ് വന്നിക്കണില്ല, ബസ് സ്റ്റോപ്പും വന്ന്. ഇനി നമ്മക്ക് വേണ്ടത് ആണ്ട് കടക്കാനാണ്. ഈ സെറ്റപ്പ് പോരല്ല, മടൽ സെറ്റപ്പ്. ഏർലി മോർണിംഗ് 6:30 AM, രണ്ടത്താണി ടൗൺ. ഇവിടെ രണ്ട് സൈഡും അടച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഹൈവേ കാര്യമായിട്ട് ഇവിടെ ഒരു വർക്ക് നടക്കുന്നുണ്ട്. എന്താണെന്ന് നോക്കാം നമ്മള്. ഇവിടെ വലിയ പൈപ്പ് വെച്ചിട്ടുണ്ട്. ഇവിടെ ക്യാമറ ആവാനാണ് സാധ്യത. ഹൈറ്റിൽ നല്ല ടൈറ്റുള്ള തന്നെ കൊടുത്തിട്ടുണ്ട്. ഗായ്സ്, ഇവിടെ ഹായ് ഗായ്സ്, നമ്മളെ കാണാത്ത രണ്ടായിട്ട് വണ്ടികളുണ്ടല്ലോ.
ടൗണിൽ അപ്പുറത്തെ സൈഡിൽ കഴിഞ്ഞ പ്രാവശ്യം വെള്ളം കയറിയ ലവ്ലി ടെക്സ്റ്റൈൽസ് ഒക്കെ ഇപ്പം ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അത് ക്യാമ്പസ് സോമില്ലിൻ്റെ മാനുവിൻ്റെ മില്ലിൻ്റെ അങ്ങോട്ടൊക്കെ മാറ്റിയിരിക്കുന്നു ആ ബിൽഡിങ്. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും വിചാരിക്കുന്നത്. പിന്നെ ഇതാ വർക്ക് ഇവിടെ ഇനി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അപ്ഡേഷൻ നമുക്ക് വീണ്ടും തിരിച്ചു വരാം ഗൈസ്. രണ്ട് മാസത്തിനുള്ളിൽ ഇതിൻ്റെ ഫൈനൽ ടാറിങ് ആണ്. BC ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് ലൈനിങ് കഴിഞ്ഞ് 2 മാസത്തിൻ്റെ ഉള്ളിൽ എന്നാണ് പറയുന്നത്. ലൈനൊക്കെ വരച്ചിട്ട് അപ്പോൾ ഫ്ലഡ് ലൈറ്റുകളൊക്കെ കത്തുന്ന പറയാം. സ്ട്രീറ്റ് ലൈറ്റുകൾ നമ്മളെ പിള്ളേർക്ക് സ്കൂൾക്ക് ബസ്സുകൾ പോകാൻ ഓപ്ഷൻസ് ഒന്നുമില്ല. ആൾക്കാർ കാത്ത് നിൽക്കുന്നത് ഇവിടെയൊക്കെ വന്നത് ഈ കൂടെ ബസ് ചാടിക്കടന്നിട്ടൊക്കെയാണ് ബസ്സിൽ പോകുന്നത്. ഇപ്പോൾ അത് വലിയ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. അല്ലെങ്കിൽ FOB ഫുട്ട് ഓവർ ബ്രിഡ്ജ് നിർബന്ധമാണ്. ഭയങ്കര പ്രയാസമുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു ടാറിങ് അവർ നാലിൻ്റെ അടിയിലൊക്കെ ഒട്ടിട്ട് ഇവർ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ 2 ട്രോളിയൊക്കെ ഇതിന്ന് ഇറക്കിയതാണ് തോന്നുന്നത്. ട്രോളി ഒരു ടൂൾ കിറ്റാണ്. ആ വോഗ്ലൻ്റെ ടൂൾ കിറ്റാണ്. ഇതാണ് സെറ്റപ്പ്. വണ്ടി സ്കെയില് റെഡിയാക്കിയിട്ടുണ്ട്. ഇതാണ് സ്കെയില്. इसके ऊपर और आएगा ये फाइनल है, फिनिश है. हाँ, इसका नाम क्या बोलते हैं? DBM है. BC. हाँ, BC कितना? हाँ, ये DBM है. BC 3 लेयर आएगा ना? 2 लेयर 3 लेयर. BC एक ही डालेगा. हाँ, BC. അത് പറയുന്നത് वो डालते हैं BC है ना. विटामिन क्या फुल फॉर्म क्या है BC का? पूरा नाम क्या है BC का? मालूम नहीं है. ये कौन सा है? DBM. അതിപ്പോൾ ഓൾറെഡി ഇപ്പോൾ ചെയ്തിട്ടുള്ളത് DBM ആണ്. ഇനിയിപ്പോൾ അവിടെ ഇട്ടുകൊണ്ടിരിക്കുന്ന ഫൈനലാണ്. ഇനി ഇതിന് മേലെ ഇല്ല എന്നാണ് പറയുന്നത്. അതായത് BC ആണ്. BCൻ്റെ വർക്ക് ഫൈനൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. और इसका ऊपर ये पेंटिंग होते हैं. हाँ, अच्छा. और पूरा उसका ऊपर पेंटिंग आता है. नहीं करेगा. यहाँ क्या करेंगे? ये एरिया क्या है? डालेगा. ये स्केल है. मल्टीप्लेक्स. हाँ, सेंसर है.
ये करेक्ट लाइन में है। हाँ थिकनेस बराबर आने। അതായത് ഇതിൻ്റെ കനം കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സെൻസർ ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. ये मशीन के किधर के इंडिया का मशीन किधर के इंडिया का जर्मनी। हाँ जल्दी जल्दी काम होता है इसमें। ये लाइट कब चालू होएगा? ये क्या काम करते हैं? क्या काम इधर है? हाँ हाँ वाला काम हो रहा है। क्या टारे? हाँ हाँ शुरू हो गया। സൈഡിലേക്ക് വെള്ളം ലീക്ക് വന്നിരുന്നില്ല. അതിന്റെ ഫൈനൽ ടാറിങ് ചെയ്യുന്നുണ്ട് ഇവിടെ. അതുകൊണ്ടാണ് ഇവിടെ ബ്ലോക്ക് ആക്കിയിട്ടുള്ളത്. അവിടെയൊക്കെ ടാറിങ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടാ. ആ ഭാഗം വരെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അണ്ടർപാസിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ മേലെന്ന് വെള്ളം ചാടിയുന്നില്ല. ആ പ്രോബ്ലംസ് ഒക്കെ ഇപ്പോൾ ഇനി ഒഴിവാകുന്ന പറയണത്. അതേമാതിരി ഈ സൈഡിൽ നിന്നൊക്കെ വെള്ളങ്ങൾ അടിയിൽ കൂടെ ഒലിച്ചിറങ്ങിയെന്ന്. അതൊക്കെ ഈ ടാറിങ്ങിലൂടെ അവസാനമായിട്ട് കംപ്ലീറ്റ് ആവുമെന്ന് പറയുന്നത്.